100 ദിവസം കൊണ്ട് തടി ഉറക്കണ ചലഞ്ചിൽ ഇന്നത്തെ ദിവസം 96. എന്നത്തെയും പോലെ ഇന്നും രാവിലെ നേരത്തെ എണീച്ച് ഒരു കുപ്പി വെള്ളം എടുത്ത് കൂട്ടുകാരന്മാരോട് നേരെ ജിമ്മിലേക്ക്. ശേഷം നേരെ ജിമ്മിലെത്തി ഇന്നത്തെ വർക്കൗട്ട് തുടങ്ങി. ലെഗ് ആണ് ഇന്നത്തെ വർക്കൗട്ട്. ആ ലെഗിന്റെ എല്ലാ വർക്കൗട്ടും ചെയ്തപ്പോഴേക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കി നോക്കും. നിങ്ങൾ കണ്ടില്ല, അത്യാവശ്യം തിരക്കേടില്ലാണ്ട് നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ക്ഷീണമെല്ലാം മാറാൻ വേണ്ടി കുറച്ചേരം ജിമ്മിൽ തന്നെ നിന്ന് നേരെ തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ ഈ ഒരു ബേക്കറി കയറി 2 പുഴുങ്ങിയ കോഴിമുട്ടയും കഴിച്ച് നേരെ വീട്ടിൽ പോയി നല്ലൊരു കുളിയെല്ലാം കഴിച്ച് നല്ലപോലെ ഫ്രഷ് ആയതിനു ശേഷം രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു. ഒരപ്പം കൂടെ ചെറുപയർ വേവിച്ചതും കുറച്ച് അച്ചാറും. രാവിലത്തെ ഒരു വലിയ വിശപ്പിന് ഈ ഒരു ചെറിയ ഭക്ഷണം കഴിച്ച് നല്ലപോലെ ഒന്ന് മാറ്റിയിട്ട് വെളിയിലേക്കൊന്നും പോകാൻ വയ്യാത്തോണ്ട് ഉച്ച വരെ ടി വി കണ്ടോണ്ട് വീട്ടിൽ തന്നെ ഇരുന്നു. എന്നിട്ടൊരു ഉച്ച 1:30-1:45 ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു. ഒരു കയ്യിൽ ചോറും നിറയെ ചെറുപയറും കൂടെ ഒരു പപ്പടം കുറച്ച് അച്ചാറും. ഉച്ചക്കത്തെ ഭക്ഷണം അതും കഴിച്ച് വിശപ്പ് മാറ്റി കുറച്ചു നേരം ഇരുന്നതാ വെളിയിൽ നല്ലൊരു മഴ പെയ്തു. പിന്നെ ആ ഒരു മഴയും കൊണ്ട് കുറച്ചധികം നേരം വീടിന്റെ വെളിയിൽ അങ്ങനെ ഇരുന്ന് വൈകുന്നേരം ഒരു 4:45 നേരത്താ വള്ളിച്ചാട്ടം കൊടുത്തു. എന്നിട്ട് ചാടിയത് എപ്പോഴും ചാടിയാൽ 20 മിനിറ്റോ 10-15 മിനിറ്റോ അല്ലാട്ടാ, 45 മിനിറ്റ് പോലെ 55 മിനിറ്റ് വരെ നല്ല പോലെ കൂടി ചാടി. കഴിഞ്ഞപ്പോഴേക്കും എന്റെ അവസ്ഥ നമ്മൾ നോക്കിയൊക്കെ ഇങ്ങനെയായിരുന്നു. മൊത്തത്തിൽ വേർത്ത് വള്ളിച്ചാട്ടം കൊണ്ട് കൊഴുപ്പിനെ കൊന്നു കളയില്ല. ആ ഒരു സുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ക്ഷീണം മാറാൻ വേണ്ടി കുറച്ച് റെസ്റ്റ് കൊടുത്ത് ക്ഷീണമെല്ലാം മാറിയതിനു ശേഷം നല്ല വെള്ളം പോയി കുളിച്ച് റെഡിയായി. ഞാൻ എന്റെ ഒരു കൂട്ടുകാരും കൂടി നാളെ എന്റെ ഏട്ടൻ ഗൾഫിൽ പോകണം. അപ്പൊ ആളുടെ വീട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രം എന്റെ കൂട്ടുകാരന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ചധികം ഒരാളോട് സംസാരിച്ചിരുന്നു. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് ഹാപ്പി ജേണിയും പറഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകണ വഴിക്ക് എന്റെ ഫോണൊന്നും ഓഫ് ആയതുകൊണ്ട് എന്റെ ഈ ഒരു വീഡിയോ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി എന്റെ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.